നിങ്ങൾ കണ്ടുമുട്ടിയതിൽ നിന്ന് തുടങ്ങിയാൽ എങ്ങനെയാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് കവിക്ക് മുമ്പ് കവി പത്നി സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറാദ്യം പറയട്ടെ. മഹാരാജാസ് കോളേജിലെ ഞാൻ പഠിപ്പിച്ച മലയാളം MA ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പിന്നീട് ജീവിത പങ്കാളിയായി തീർന്ന സരോജിനി എന്ന ഈ ഇടതുവശത്തിരിക്കുന്ന സ്ത്രീ കഥാപാത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സംസ്കൃതം പ്രൊഫസറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രായമായതിനു ശേഷമാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡെപ്യൂട്ടേഷനായിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം പൊതുവേ ഒരു സ്ത്രീ വിദ്വേഷി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആന്ധ്രയിൽ നിന്ന് ഒരു വലിയ പണ്ഡിതയുമൊക്കെ ആയിരിക്കുന്ന ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സമപ്രായമുള്ള ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് വിവാഹം കഴിച്ചു. അപ്പോൾ എല്ലാവരും അമ്പരന്ന് അദ്ദേഹം തിരിച്ച് സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ ചോദിച്ചു, എന്തായി സാർ, അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി ഇപ്പോഴും രണ്ടായിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞു. അത് പ്രേമവിവാഹമായിരുന്നു എന്നൊക്കെ പറയുന്നല്ലോ, സാറിന് പ്രേമിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് എപ്പോഴാണ് നമുക്ക് ജലദോഷം പിടിപെടുക എന്നറിയാൻ പറ്റുമെന്ന്. അതുപോലെയാണ്. അപ്പോൾ അതുവരെ ഏതാണ്ട് ചില നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതായ ചുട്ടവട്ടങ്ങളിലൊക്കെ സ്ത്രീകളെ നോക്കുന്നത് പോലും വലിയൊരു അപരാധമാണ് എന്ന മട്ടിലൊക്കെയാണ് ജീവിച്ചത്. അങ്ങനെ ഇഷ്ടപ്പെട്ടു. എങ്കിലും മറ്റു പലരും ധരിച്ചിരിക്കുന്നത് പോലെയോ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതുപോലെയോ അല്ല. ആദ്യമായിട്ട് ഇഷ്ടം ചോദിച്ചു. ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ പിന്നെ ഔപചാരികമായി അച്ഛനെയും അതുപോലെ വീട്ടുകാരെയും ഒക്കെ അറിയിച്ച് മുൻകൈ എടുത്തത് മഹാരാജാസ് കോളേജിലെ പ്രൊഫസർമാരായിരുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന് ആദ്യം ആരാ മുൻകൈ എടുത്തത്? സംസാരിച്ചില്ല, ഒരു കുറിപ്പ് കൊടുത്തു. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, എന്തു പറയുന്നു എന്ന് ചോദിച്ചു. സംസാരിക്കാനൊക്കെ പേടിയായിരുന്നു ബേബി. ആദ്യം ക്ലാസ്സിൽ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒറ്റ കുട്ടിക്കും ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ 26 വയസ്സോ എന്തോ ഉള്ളൂ അന്ന്, അത്ര ചെറുപ്പമാണ്. പക്ഷേ അവിടെയുള്ള എല്ലാ അധ്യാപകരും ഞങ്ങൾ MA സ്റ്റുഡൻസ് അല്ലേ, ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് ഭയങ്കര ഗൗരവത്തിൻ്റെ ഒരു മുഖം മൂടിയാണ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. മുഖംമൂടിയല്ല, ഞങ്ങൾ പറഞ്ഞു ഇതൊന്ന് ഉടച്ചെടുക്കണം. ഞങ്ങൾ റാഗ് ചെയ്യാൻ വരെ പല പദ്ധതികളും ഇട്ടതാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ. രസകരമായ ഒരു സംഗതി ഓർമ്മ വരികയാണ്. ഇവരൊക്കെ ഈ പെൺകുട്ടികളുടെ ക്ലാസ്സിലിരുന്ന് ഞാൻ പരസ്പരം ഓരോന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പോൾ ഞാൻ കൈയോടെ പിടിക്കും. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു വിഷമം തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു സിസ്റ്ററാണ്, കന്യാസ്ത്രീ. അവർ BA-ക്കും 2 കൊല്ലം എൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ MA-ക്കും അതുപോലെ. MA ഫൈനൽ ഇയറാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ സിസ്റ്റർ അദ്ദേഹവും കൂടെ ചിരിച്ച് സംസാരിച്ചു. ഞാൻ സിസ്റ്ററിനെ എന്നെ ടീച്ചേഴ്സ് റൂമിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ക്ഷമിച്ചു പോയി. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ നർമ്മരസത്തിലൊക്കെ ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് ചിരിക്കുക, അപ്പോൾ സിസ്റ്ററിനോട് ഇതൊന്നും അരുതെന്ന് പറയേണ്ടി വന്നൊരു ദുഃഖമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ആകെ വിഷമത്തിലായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, വെറുതെ സിസ്റ്റർ മുതലേ ഒരു വിദ്യാർത്ഥിനിയാണ്, പക്ഷേ മറ്റു കുട്ടികൾ ചിരിച്ച് സംസാരിക്കാനൊക്കെ പ്രോത്സാഹിപ്പിച്ചാലും സിസ്റ്റർ അവർക്ക് മാതൃകയായിട്ട് ഗൗരവമായിട്ട് ഇരിക്കണമെന്ന് അഡ്വൈസ്. വളരെ ജോളിയായൊരു സിസ്റ്ററായിരുന്നു എൻ്റെ ഫ്രണ്ട്. അതെ, വളരെ മനുഷ്യപ്പെട്ട. ഇന്നത്തെ അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നല്ല പഠിക്കുകയായിരുന്നു. കോൺവെന്റിലൊക്കെ അറിഞ്ഞിട്ട് വല്ല പ്രശ്നമാകുമോ എന്നൊക്കെ സാറ് വിളിച്ചിട്ട്. എന്നെക്കാൾ 1 വയസ്സ് കൂടുതലുണ്ട്. അതാണ് അതിൻ്റെ രസം. അപ്പം നിങ്ങൾ വിദ്യാർത്ഥിനികൾ ഒരു ഗൂഢാലോചന നടത്തി ONV സാറിനെ റാഗ് ചെയ്യാനൊക്കെ പരിപാടി ഇട്ടിട്ട്. പക്ഷേ ധൈര്യം ഉണ്ടായില്ല. ആരാ മുൻകൈ എടുക്കാന്ന് വന്നപ്പോൾ ആരുമില്ല, എല്ലാവരും പുറകോട്ട് മാറി.